ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ നിത്യ, വിശ്വജിത്ത്. നമ്മൾ പ്രധാനപ്പെട്ട ഒരിടത്തേക്ക് പോവുകയാണ്. വളരെ കാത്തിരുന്നൊരു ദിവസമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഇവിടുന്ന് ഒന്നും പറയുന്നില്ല, അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ്. സമയം ഇപ്പോൾ 3:10. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ടാറ്റ, അടക്കാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്യസ്ഥാനത്തേക്ക്. അപ്പം നമ്മളിങ്ങനെ മാലൂക്കാവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വഴിയരികിൽ കണ്ടതാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള അമ്പലം. അല്ല ടൂറ, നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഒരുപാട് കാത്തിരുന്ന ഒരു ദിവസം, ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൊമെൻറ്റിലേക്ക് അതിലൊരു സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളൊരു ചേസ് ഇറക്കാൻ പോവാണ്. നമ്മൾ ചേസ് ഇറക്കാൻ പോകുകയെന്ന് പറഞ്ഞാൽ ടീം കൊമ്പൻ ചേസ് ഇറക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നൊരു കംബാക്ക് മൊമെൻ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങട്ടെ ഞാൻ. പക്ഷേ ക്ലൈമാക്സ് ആണ് ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത്. കേരളം കണ്ട, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും വലിയ ചേസ് ഡെലിവറിയാണ് നടക്കാൻ പോകുന്നത്. അത് ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഇതാ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇവിടെ വന്ന് ഇറങ്ങിയ സമയത്തും ഞങ്ങൾ വിചാരിച്ചില്ല. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ദേവുചേട്ടൻ ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. ദേവുചേട്ടൻ എന്ന് പറയുമ്പോൾ കൊമ്പൻ്റെ ഓണർ, നമ്മുടെ ചേട്ടൻ. അപ്പം ചേട്ടൻ എല്ലാവരും ഇങ്ങനെ കണ്ട് നിൽക്കുകയായിരുന്നു. നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്തുള്ള അശോക് ലൈലാൻഡിൻ്റെ ഷോറൂമിലാണ്. അത് നാട്ടകത്താണ് വരുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. എവിടെ എന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് അടുത്തു നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടനൊരു വളരെ കുറച്ച് ആളുകളെ കണക്ക് കൂട്ടി നിൽക്കുമ്പോഴത്തേക്കിന് ഒരു ബാഹുബലി ലെവലിലായിരുന്നു പിള്ളേർ സെറ്റപ്പ് ചെയ്തിരുന്നത്.
അങ്ങനെ നമ്മുടെ കാളിയെ കൂട്ടാനായിട്ട് അനിയൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അനിയൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ് ഇവിടെ കണ്ടത്. അപ്പം നമ്മുടെ അഘോരിക്ക് പുറകിൽ സിംബയും കൽക്കിയും കിടപ്പുണ്ട്. അതിൽ ധാരാവിയിൽ നിന്ന് പിള്ളേർ വന്നിരിക്കുന്നതാണ് 3 വണ്ടിയിലും കൂടെ. അപ്പോൾ എല്ലാവരും ആ മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. നമ്മുടെ ചേസ് ഇവിടെ കിടപ്പുണ്ട്, പുതുപുത്തൻ അശോക് ലൈലാൻഡ് BS6. അപ്പോൾ കാളിയൻ്റെ അപ്പം നമ്മൾ അവിടെ വെച്ച് സീറോ എക്സ്പെഡീഷൻസിൻ്റെ ഓണർ അനന്ത് ബ്രോയെ കണ്ടിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ്. സഹദ് പൂക്കി, ഇതാണ് സഹദ് പൂക്കി, ഇതാണ് സഹദ്. അപ്പം ചേസിൽ നമ്മുടെ പേരൊക്കെ എഴുതുമായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അനിയനെ കയറ്റി ചേട്ടൻ്റെ അടുത്തേക്ക് ഇടാനുള്ള പരിപാടിയാണ്. നമ്മൾ സ്വന്തം ഡ്രോൺ ഓപ്പറേറ്ററെ ഇറക്കണോ? മീറ്റപ്പാണ്. ആരാ? ഞാനും അത് നോക്കി. പിന്നെ ഇത് സീറോ എക്സ്പെഡീഷൻ ടീമിൻ്റെ വണ്ടികളാണ് ഈ കിടക്കുന്നത്. പിന്നെ നമ്മുടെ വണ്ടികളുണ്ട്. ഇത് മാനേജർ ബിബിൻ ചേട്ടൻ. ഈ വണ്ടികൾ ഓരോന്ന് ലൈനപ്പ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പിലേക്ക് പോവുകയാണ്. സീറോ എക്സ്പെഡീഷൻ്റെ ടീമിൻ്റെ വണ്ടി. അത് കഴിഞ്ഞ് അഘോരിയെ ഇപ്പുറത്തു നിന്നെടുത്ത് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റാൻ പോവുകയാണ്. കുറച്ചേ ഇത് ദീപിച്ചാണ്ട് അളിയൻ. അങ്ങനെ നമ്മുടെ ചെക്കൻ്റെ പേര് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാളിയൻ 2.0. സംഭവ സ്ഥലത്ത് ഞങ്ങളുണ്ടെന്ന് അറിയുന്ന ഒരു ക്ലിപ്പ് പോലും ഇല്ലായിരുന്നു. അപ്പോഴാണ് അത് എടുത്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ കടന്നു വരുന്നത്. ഒരു സർപ്രൈസ് ആറ്റം ബോംബായിരുന്നു.
ദാവൂദ് തിരിച്ചു വന്നിരിക്കുകയാണ് പുതിയ രൂപത്തിൽ. നമ്മുടെ ദാവൂദ് വീണ്ടും കളത്തിലേക്ക് എത്തിയ ആ ഒരു മൊമെൻറ്റ്, കാളയുടെ ഡെലിവറിക്ക് ദാവൂദിൻ്റെ എൻട്രി ഒത്തിരി പ്രതീക്ഷിച്ചിരുന്ന ഒരു മൊമെൻ്റാണ്. കാളയുടെ ചേസ് ഡെലിവറിയുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ കാളയുടെ ഡെലിവറിക്ക് ദാവൂദിൻ്റെ എൻട്രി എന്ന് പറഞ്ഞത് നമ്മളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അന്ന് വലിയ കാര്യമായില്ല. അത് കഴിഞ്ഞ് തലേന്ന് ചേട്ടൻ ലൈവ് വന്നപ്പോഴത്തേക്ക് വീണ്ടും ആ കമൻറ്റ് എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നത് ചേട്ടൻ ഇങ്ങനെ ചിരിച്ച് തള്ളിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു അത് തന്നെ സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ അത് അവിടെ സംഭവിച്ചിരിക്കുകയാണ്. ചേട്ടൻ്റെ എൻട്രിക്ക് കുഞ്ഞനിയൻ അവിടെ പാട്ടിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സെറ്റപ്പാക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ നൈസായിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ത്രിവേണി സംഗമം പോലെ അവർ 3 പേരും ഒന്നിക്കുകയാണ്, സുഹൃത്തുക്കളെ ഒന്നിക്കുകയാണ്. നമ്മുടെ ദാവൂദ് അഥവാ ഡോൺ ബ്രോ സെഡസ്ത്രയിലേക്ക് നമ്മുടെ പഴയ ഗ്രാഫ് തന്നെ വന്നപ്പോഴത്തേക്ക് ഒരു ഭയങ്കര സിങ്ക്, ആ സെഡോണിൽ നിന്ന് സെഡസ്ത്രയിലേക്ക് മാറിയ ആ ഒരു ഫീല് പോലും അറിയിക്കാതെ അത്ര സിങ്കായിട്ട് ആ ഒരു ഗ്രാഫ് നിൽക്കുന്നുണ്ട്. ഭയങ്കര എടുപ്പ്. നമുക്ക് ആ ഒരു വ്യത്യാസം, അതിൻ്റെ വെർഷനിൽ വന്ന ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകാത്ത അത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് താക്കോൽദാന ചടങ്ങാണ് നടന്നിരുന്നത്. ഷോറൂമിൻ്റെ ഭാഗത്തു നിന്ന ആളിൽ നിന്നും ചേട്ടൻ താക്കോലേറ്റ് വാങ്ങുകയാണ്. എൻ്റെ അറിയുമാണ് മീൻപിടുത്തമുള്ള ആളിൽ കൊടുക്കുക, അപ്പോൾ ഇഷ്ടമുള്ള ആളിന് മീൻ ഓടിക്കാനോട് കൊടുക്കുക. ഒരു കഥയാണ്
വേറൊരു കാര്യമാണ്, ആളെ കൊണ്ട് നടന്നതും മൊബൈലിൽ കയറ്റില്ല ബ്രോ, ബ്രോ ആൾക്കാരിൽ ഒരാളെ ഉണ്ണി, അപ്പൊ അവനെ തന്നെ തിരിച്ചു കൊടുക്കണമല്ലോ. ഷോറൂമുകാരെന്ന താക്കോല് വാങ്ങിച്ച ദീപിച്ചേട്ടനാണ്. അത് കഴിഞ്ഞ് ദീപിച്ചേട്ടൻ്റെ അളിയന് ദീപിച്ചേട്ടൻ ചാവി കൊടുത്തു. അത് മുന്നേ തൊട്ട് കാളിയൻ ഓട്ടിക്കുന്നത് ഉണ്ണിച്ചേട്ടനാണ്. ഉണ്ണിച്ചേട്ടന് അളിയൻ അത് കൈമാറി. എന്നിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ ചെയ്സ് ഒന്ന് ഓട്ടിക്കുന്നത് അളിയനാണ്. കയറിയിട്ട് ജസ്റ്റ് പുള്ളി ഒന്ന് മുന്നോട്ട് നീക്കിയിടുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ ഓട്ടിച്ചത് അളിയനാണ്. നീ വന്നോ? വണ്ടി എവിടെ? പിള്ളേരെല്ലാം വന്നോ? നീ വാ, ഇനി വണ്ടി നടന്നു, ഇനി വാടാ, ഇനി വാ, നടന്നോ, നീ വന്നോ നടന്നു കത്തിയാണല്ലേ. കൈ നോക്കിയാ നീ അറിയില്ലവനാ ഇങ്ങനെ കൈ നോക്കി കാണും. ആ ഇങ്ങോ അതാണ്ട് ഇവിടെ മറ്റേ റോഡല്ലേ ട്രാവലറുണ്ട്. തുടങ്ങി എവിടുന്ന പാമ്പാടി, പാമ്പാടി അവിടെ തന്നെയാണ്. വണ്ടി കെട്ടുന്നവരാണ്. ഇതുവരെയുള്ള എല്ലാ വണ്ടിയും കണ്ടപ്പോൾ കിട്ടിയത് ഷിബുക്ക. ഈ വണ്ടി ഷിബുക്ക. അവിടെ വെച്ചിട്ട് കാളിയൻ്റെ മിനിയേച്ചർ ബസ്സും കൊടുത്തിട്ടുണ്ടായിരുന്നേ. മുന്നേ ദാവൂദിൻ്റെ മിനിയേച്ചർ, പഴയ ദാവൂദിൻ്റെ മിനിയേച്ചറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ കാളിയൻ്റെ ചേസിൻ്റെ ലോഞ്ചിൻ്റെ അന്ന് തന്നെ അവൻ മിനിയേച്ചർ കൊടുത്തു. ഇപ്പോൾ പുതിയൊരു പണിപ്പുരയിലാണ് ചെക്കനെന്നാണ് അറിയാൻ സാധിച്ചത്. കണ്ടോ, ഭയങ്കര ആളായിരുന്നു. 1 ലക്ഷം ആൾക്കാരുണ്ടായിരുന്നു. ആദ്യമൊക്കെ കുറച്ചേ ഉള്ളായിരുന്നു, പക്ഷെ സമയമായപ്പോൾ ഇവിടെ നിന്നില്ലാണ്ട് ആൾക്കാർ നിറയെ ആളായിരുന്നു. പക്ഷെ ദീപിച്ചേട്ടനാണെങ്കിൽ എല്ലാവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടേ വിട്ടിട്ടുള്ളൂ. ഒരു മനുഷ്യൻ പോലും ഫോട്ടോ എടുക്കാതെ പോകരുത് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അതുപോലെ തന്നെ പുള്ളി എല്ലാവർക്കും നിന്ന് ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുത്തായിരുന്നേ. പിന്നെ അതാ പോപ്പറെല്ലാം സെറ്റാണ്. എൻ്റെ അനിയനും എൻ്റെ കെട്ടിയവനും ഒരു ഡൈഹാർഡ് ഫാനാണ് ഈ കൊമ്പൻ്റെ. അപ്പോൾ ഏട്ടനെ കണ്ട നാൾ തൊട്ട് എൻ്റെ അനിയനും ഏട്ടനും അവർ തമ്മിലുള്ള ചർച്ചാ വിഷയത്തിൽ മെയിനായിട്ട് വരുന്ന വിഷയം ഈ കൊമ്പൻ തന്നെയാണ്. അന്ന് ഇത് കേട്ട് 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 എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. പക്ഷേ ഈ ഒരു മൊമെൻറ്റ്, അത്ര മൊമെൻറ്റ് ഫസ്റ്റ് തന്നെ ആ ഒരു അഘോരിയുടെ വോക്കലിനെ ഞാൻ മെൽറ്റായി പോയിട്ടോ. ഞാൻ ഇപ്പോൾ ഭയങ്കര ഫാനാണ്. ഇതിന് ടെക്നിക്കൽ വശമൊന്നും ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇപ്പം എനിക്കറിയാം. അത് വെച്ചിട്ട് ഞാൻ ഭയങ്കര ഫാനാണ്. ഈ ഒരു ദാവൂദിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ഒരു ഗ്രാഫിക്സ് തന്നെ സൂപ്പറായിരുന്നു. അതുപോലെ അഘോരിയുടെ വോക്കൽ കിട്ടില്ലായിരുന്നേ. പിന്നെ ഏട്ടൻ്റെ ആരൊക്കെയോ ഒന്ന് സംസാരിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, കാണുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. എനിക്ക് ആരാണെന്ന് അറിയത്തില്ല. എനിക്ക് 1-2 പേരെ മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ദീപിച്ചേട്ടനെ അറിയാം, അല്ലാതെ ആരും അറിയത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങി. എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാറിയിരുന്നു. ഏകദേശം 3:30 തൊട്ട് ഒരു 6-6:45 വരെ ഒരൊറ്റ നിപ്പായിരുന്നു. അതുപോലെ ആളും അതുപോലെ വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു മടുപ്പൊന്നുമില്ലായിരുന്നു. ചേട്ടനായാലും പേപ്പർ വർക്കായാലും അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുന്ന സമയത്ത് 1-2 ഫോട്ടോ എടുക്കും, വീണ്ടും പോവും, വീണ്ടും വരും. അങ്ങനെയായിരുന്നു. ഒരു നല്ലൊരു രസമായിരുന്നു. ഭയങ്കര ഒരു വൈബായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും ഏട്ടനും ചെറിയൊരു സൗന്ദര്യപ്പഴക്കം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പറ്റിയ, ഞാൻ പറഞ്ഞ പോലെ വീഡിയോ എനിക്ക് എടുത്ത് തന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരം പണിയിരുന്നായിരുന്നു. ഈ ഒരു വ്യൂ എനിക്ക് വേണമായിരുന്നു. ഞങ്ങളുടെ പുറകിൽ 3 പേര് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന വ്യൂ. അതെന്തായാലും കിട്ടിയിട്ടില്ല.
അത് കഴിഞ്ഞിട്ട് ഉണ്ണിച്ചേട്ടനാണെങ്കിൽ ദേണ്ടേ നമ്മുടെ ഈ കളീനെ എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 6 മണിക്ക് കഴിഞ്ഞായിരിക്കും സമയം. അപ്പോഴേക്കും നമ്മുടെ ചേസ് ഇറക്കാൻ പോവുകയാണ്, ഒഫീഷ്യലി ഇറക്കാൻ പോവുകയാണ്. ജസ്റ്റ് നേരത്തെ അളിയനൊന്ന് അനക്കിയിട്ടതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ നമ്മുടെ ചെറുക്കനെ ഇറക്കാൻ പോവുകയാണ്. ആ ഒരു വ്യൂ പൊളിയായിരുന്നു കേട്ടോ. കുറേ പേര് ആ സമയത്ത് പോയെങ്കിലും ചേസ് ഇറക്കുന്ന സമയത്ത് വീണ്ടും എവിടെ നിന്നില്ലാണ്ട് നിറയെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നേ. ഡ്രോണും കാര്യങ്ങളൊക്കെ അയച്ച് സൂപ്പറായിരുന്നു. Hey buddy, this is a song which is gonna be a massive hit of the year. Thank you. ಮಾಡಿಸತ ಮನುಷ್ಯದ ನಾನ್ ತೋಳ ಬಚ್ಚಿ ಮೇಲೆ ಕಟ್ಟಿ ಎರ್ರರ್ರ ನಾಕ ಮುಖ ನಾಕ ಮುಖ ನಾಕ ಮುಖ ಮಾಡಿಸತ ಮನುಷ್ಯದ ನಾನ್ ತೋಳ ಬಚ್ಚಿ ಮೇಲೆ ಕಟ್ಟಿ ಎರ್ರರ್ರ ನಾಕ ಮುಖ ನಾಕ ಮುಖ ನಾಕ ಮುಖ ಎರ್ರರ್ರ ನಾಕ ಮುಖ 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 ಎರ್ರರ್ರ ನಾಕ ಮುಖ ನಾಕ ಮುಖ ನಾಕ ಮುಖ ನಾಕ ಮುಖ ನಾಕ ಮುಖ ನಾಕ ಮುಖ ನಾಕ ಮುಖ
നമ്മുടെ വണ്ടികളെല്ലാം ഇറങ്ങിയ സമയത്ത് റോഡ് ഫുള്ളും ബ്ലോക്കായിരുന്നു. ഓരോരുത്തരും ഒന്ന് ചോദിക്കുന്നുണ്ട് എന്താ സംഭവം. അവർ വിചാരിച്ച അടിയോ വഴക്കോ വല്ലതും ആണെന്ന്. പിന്നെ മനസ്സിലായി ചേസ് ഡെലിവറി ആയിരുന്നു. കാരണം കേരളം കണ്ട ഏറ്റവും ബെസ്റ്റ് ചേസ് ഡെലിവറി ആയിരുന്നു. കേരളം കത്തിക്കുമായിരുന്നു. അത്രയ്ക്ക് ആളും ബഹളവും ഒക്കെ ആയിരുന്നു. പോയ സമയത്തും പോപ്പർ കിട്ടില്ലായിരുന്നു. ഇറങ്ങി പോയ സമയത്ത് തുരുതുരാന്നും പറഞ്ഞ് പോപ്പറായിരുന്നു. ആ ചേട്ടൻ ഒരു റെസ്റ്റും ഇല്ലാതെ പോപ്പറടിക്കുമായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാൻ നേരവും അപ്പോഴും ആളുണ്ടായിരുന്നു. ദീപ് ചേട്ടനാണെങ്കിൽ പിന്നെ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ബസ്സെല്ലാം പറഞ്ഞു വിട്ടിട്ട് പുറകെ ദീപ് ചേട്ടൻ പോകാൻ നിൽക്കുമായിരുന്നു. ഞങ്ങൾ നേരെ ധാരാവിക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു അപ്പം ഇടയ്ക്ക് ഒരു ദിവസം ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലാണ് പോയത്. ഏകദേശം നല്ല സമയമായിട്ടുണ്ട്, താമസിച്ചിട്ട് ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ട നമ്മൾ സീറോ ബ്രോയിൻ്റെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. സീറോ ബ്രോ ഭയങ്കര കമ്പനിയാണ്. കാണുമ്പോൾ എല്ലാവരും ജാടയോ കാര്യങ്ങളൊന്നുമില്ല. പോകാൻ നേരം പോട്ടെ ബ്രോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പോയത്. ഇതാണ് നമ്മുടെ സീറോ ബ്രോ, അനന്ത് ചേട്ടൻ. സൂപ്പർ ആളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര കമ്പനിയാണ്, ഫ്രണ്ട്ലിയാണ്. അങ്ങനെ എല്ലാവരും ധാരാവിലെത്തിയിട്ട് ഇങ്ങനെ നിരന്നങ്ങ് കിടക്കുവാണ്. ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ ഒരു ചന്തമില്ലേ. തിരിച്ചു വരുന്ന സമയത്ത് വഴിയരികിൽ കണ്ടതാണ് അത്തർ കട. അപ്പം മണം കിട്ടിയപ്പോഴേ വണ്ടി തിരിച്ചു വിട്ടു. അത്തറാണോ ഊതാണോന്ന് അറിയത്തില്ല, രണ്ടും ഒന്നില്ല, അറിയത്തില്ല. ആ സാധനം കണ്ട് ഞങ്ങൾ നേരെ വണ്ടി തിരിച്ചു ഇറങ്ങി. ഫസ്റ്റ് തന്നെ പുള്ളി ഒരു സ്മെല്ല് കാണിച്ചു. ആ സ്മെല്ല് കണ്ടപ്പോൾ തന്നെ എനിക്ക് എവിടെയോ എനിക്കൊരു മണം കണ്ടാൽ ഞാൻ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. നോക്കിയപ്പോഴാണ് ദീപു ചേട്ടൻ അതേ സ്മെല്ല്. ഒന്നും നോക്കിയില്ല, അത് തന്നെ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ കാറിലിടാൻ വേണ്ടിയിട്ടും ഒരിത് വാങ്ങിച്ചു. സൂപ്പർ മണമാണ് കേട്ടോ. 2 ദിവസം വരെ ഈ മണം നിൽക്കുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നമ്പർ തന്നേക്കാം. നമ്പരും വെബ്സൈറ്റും അതിലുണ്ട്, പറഞ്ഞാൽ മതി. പിന്നെ നേരെ വീട്ടിലോട്ടാണ് വച്ച് പിടിച്ചത്. അപ്പോൾ നമ്മൾ പോയിട്ട് വന്നിരിക്കുകയാണ്. ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളിൽ ഒരു ദിവസമായിരുന്നത്. കാരണം നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്തിരുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പേടിച്ചു പോയി. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് താഴ്ത്തി കെട്ടിക്കൊണ്ടിരുന്നത് നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനമായിരുന്നു. അപ്പോൾ അവിടേക്ക് നമ്മൾ പുതിയ ആളല്ല, ഉണ്ടായിരുന്ന ഒരാൾ തന്നെ വീണ്ടും പുതിയ രൂപത്തിലേക്ക് എത്തുന്നു. അപ്പോൾ കാളി വരികയാണ്. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ചേസ് ഡെലിവറി. അങ്ങനെ തന്നെ ഊട്ടി ഉറപ്പിച്ച് നമുക്ക് സംസാരിക്കാം. ഇത്തർക്കും ചെക്ക് വെക്കാൻ പറ്റത്തില്ല. അത് വീണ്ടും എടുത്ത് പറയാം, ചെക്ക് വെക്കാൻ പറ്റത്തില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ചേസ് ഡെലിവറി തന്നെയായിരുന്നു. അതിന് വേണ്ടി ഒരു ചെക്ക് ആർക്ക് വേണം വെക്കാം, ഇനിയും വെക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ആരെയും കുത്തി പറഞ്ഞില്ല. നമുക്കൊരു ഫാൻ ഫൈറ്റോ അങ്ങനെയൊന്നുമില്ല. ഞാനൊരു വണ്ടി പ്രേമിയാണ്, അല്ലാതെ ഇന്ന വണ്ടി എന്നൊന്നുമില്ല. നമുക്കൊരു വണ്ടി ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ അപ്ഡേറ്റ്സ്. കാളി വന്നു, കോട്ടയം നാട്ടകത്ത് നിന്ന് കത്തിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, ടാറ്റാ.